السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. يقول المصنف رحمه الله: وثانيها جري ماء على عضو مغسول فلا يكفي أن يمسه الماء بلا جريان لأنه لا يسمى غسلا. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നിസ്കാരത്തിന്റെ ഷർത്ത്, ചെറിയ അശുദ്ധിയെ തൊട്ടും വലിയ അശുദ്ധിയെ തൊട്ടും ശുദ്ധിയാവുക എന്നുള്ള ഒന്നാമത്തെ ഷർത്ത്. അതിൽ നിന്നുമുള്ള ചെറിയ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവൽ, അതാണ് വുളൂ. ആ വുളൂഇന്റെ ഷർത്തിൽ നിന്നും ഒന്നാമത്തേതാകുന്ന മുത്തലഖായ വെള്ളം, വുളൂ എടുക്കാൻ അനുയോജ്യമായ വെള്ളം, അത് മുത്തലഖായ വെള്ളമായിരിക്കണം എന്ന് നാം പറഞ്ഞു. വസാനിഹ, ആ വുളൂഇന്റെ ഷർത്തുകളിൽ നിന്നും രണ്ടാമത്തേത് ജർയു മാഇൻ അലാ ഉളുവിൻ മഗ്സൂലിൻ, കഴുകപ്പെടുന്ന അവയവങ്ങളുടെ മേലിൽ വെള്ളം ഒലിക്കുക എന്നുള്ളതാണ്. ഫലാ യക്ഫി, അപ്പോൾ മതിയാകുന്നതല്ല, അയ്യമസ്സഹുൽ മാഉ, വെള്ളം ആ അവയവത്തെ തൊടൽ, ബിലാ ജറയാനിൻ, ഒലിക്കൽ കൂടാതെ, നടക്കൽ കൂടാതെ. കാരണം ലിഅന്നഹു ലാ യുസമ്മ ഗസ്ലൻ, അതിനിക്ക് ഗസ്ല്, കഴുകൽ എന്ന് പറയപ്പെടാൻ പറ്റുന്നതല്ല. അതായത് കഴുകപ്പെടുന്ന അവയവങ്ങൾ, അതായത് വുളൂയിൽ കഴുകപ്പെടുന്ന അവയവങ്ങൾ മുഖവും രണ്ട് കൈയും കാലും, ഇതാണല്ലോ കഴുകപ്പെടുന്ന അവയവങ്ങൾ. ഈ അവയവങ്ങളുടെ മേലിൽ വെള്ളം ഒലിക്കണം. എന്താകാൻ പാടില്ല? വെള്ളത്തിൽ തൊട്ട് പുരട്ടിയാൽ മതിയാകുന്നതല്ല. അതുപോലെ തന്നെ നാം മുൻകൈയിൽ വെള്ളം എടുത്തതിന് ശേഷം ഇടത്തെ കൈ കൊണ്ട് അതിങ്ങനെ എല്ലാ സ്ഥലത്തും അങ്ങനെ പുരട്ടിയാൽ അത് മതിയാകുന്നതല്ല. പിന്നെ എന്ത് വേണം? മുൻകൈയിൽ വെള്ളം എടുത്തുകൊണ്ട് മുൻകൈ ഉയർത്തി തണ്ടൻ കൈയിലേക്ക് ആ വെള്ളം ഇങ്ങനെ ഒലിച്ച് വരണം. അങ്ങനെ ഒലിച്ചു വരുമ്പോൾ എന്ത് ചെയ്യാം? ഇടത്തെ കൈയിന്റെ സഹായത്തോടു കൂടെ ദൽക്ക് ചെയ്യാം, അതങ്ങനെ തടവി എന്നുള്ളത്. പക്ഷെ എന്താവണം? വെള്ളം ഒലിച്ചുകൊണ്ട് തന്നെ ആവണം. അല്ലാതെ ഒരു പാത്രത്തിൽ അല്പം വെള്ളം, ആ വെള്ളത്തിൽ ഇങ്ങനെ തൊട്ടിട്ട് പിന്നെ ഒന്നിങ്ങോട്ട് പുരട്ടിയാല് അതുകൊണ്ട് എന്താവൂല? മതിയാവൂല. വെള്ളത്തിന്റെ നനവുണ്ടെങ്കിലും മതിയാകുന്നതല്ല. കാരണം കഴുകപ്പെടുന്ന അവയവങ്ങളുടെ മേലിൽ വെള്ളം ഒലിക്കൽ, അത് വുളൂഇന്റെ ഷർത്താണ്. വസാലിസുഹ, മൂന്നാമത്തെ ഷർത്ത്, അല്ലാ യകൂന അലൈഹി ഐ അലൽ ഉദ്വി, കഴുകപ്പെടുന്ന അവയവത്തിന്റെ മേലിൽ ഉണ്ടാവാതിരിക്കണം, മുഗയ്യിറുൽ ലിൽ മാഇ, വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തുക്കൾ. എങ്ങനത്തെ പകർച്ച? തഗയ്യുറൻ ളാറൻ, വെള്ളമെന്ന നാമം പറയൽ ബുദ്ധിമുട്ടാകുന്ന നിലക്കുള്ള പകർച്ച. ആ നിലക്കുള്ള പകർച്ചയാക്കുന്ന വസ്തുക്കൾ അവയവങ്ങളുടെ മേലിൽ ഉണ്ടാവാതിരിക്കുകയും വേണം, ഉണ്ടാവാൻ പാടില്ല. അതിന്റെ മുസന്നിഫ് റഹിമഹുല്ല ഉദാഹരണം പറയുന്നു. കസഅഫറാൻ, കുങ്കുമം പോലെ, വസന്തലിൻ, ചന്ദനം പോലെ, ചന്ദനം അതുപോലെ ജഅഫറാൻ പോലത്തെ വസ്തുക്കൾ, അത് നാം വുളൂയിൽ കഴുകപ്പെടുന്ന അവയവത്തിന്റെ മേലിൽ ഉണ്ട്. അങ്ങനെ ഉള്ള നിലയിൽ ഒരാൾ വുളൂ ചെയ്തു കഴിഞ്ഞാൽ വെള്ളമെന്ന നാമം പറയാൻ
പറ്റുകയില്ല എന്ന രൂപത്തിലുള്ള പകർച്ച വന്നാൽ, എന്ന് പറഞ്ഞാൽ കുറച്ച് അല്പം കൂടുതലുണ്ടെങ്കിൽ, അങ്ങനെ വെള്ളം എന്ന് നാമം പറയപ്പെടാൻ വിലങ്ങുന്ന രൂപത്തിലുള്ള പകർച്ചയുണ്ട് എങ്കിൽ അതെന്താകൂല, വുളൂ, അങ്ങനെ വുളൂ എടുത്താൽ വുളൂ സ്വഹീഹ് ആകുന്നതല്ല. ഖിലാഫൻ ലിജംഇൻ, പണ്ഡിതന്മാരിൽ നിന്നും ചില ആളുകൾക്ക് വിയോജിപ്പ് ആയിട്ടാണ്. ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ ഉണ്ട്. പക്ഷേ എങ്ങനെയാണെങ്കിലും മുമ്പ് നാം പറഞ്ഞതുപോലെ സ്വഹീഹായ അഭിപ്രായ പ്രകാരം എന്തുണ്ടാകാൻ പാടില്ല, കഴുകപ്പെടുന്ന അവയവങ്ങളുടെ മേലിൽ വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തുക്കൾ ഉണ്ടാവാൻ പാടില്ല. വറാബിഉഹ, വുളൂഇന്റെ ഷർത്തുകളിൽ നിന്നും നാലാമത്തേത് അല്ലാ യകൂന അലൽ ഉദ്വി, അവയവത്തിന്റെ മേലിൽ ഉണ്ടാവാതിരിക്കണം, ഹായിലുൻ, മറ സൃഷ്ടിക്കുന്ന വസ്തുക്കൾ, മറ, ബൈനൽ മായി വൽ മഗ്സൂലി, കഴുകപ്പെടുന്ന അവയവത്തിന്റെയും വെള്ളത്തിന്റെയും ഇടയിൽ മറ സൃഷ്ടിക്കുന്ന വസ്തുക്കൾ അവയവത്തിന്റെ മേലിൽ ഉണ്ടാവാതിരിക്കണം. അതിന് ഉദാഹരണം കനൂറത്തിൻ, ചുണ്ണാമ്പ് പോലെ, വശംഇൻ, മെഴുകുപോലെ, വദുഹ്നിൻ ജാമിദിൻ, ഉറച്ച എണ്ണ പോലെ, വഅയ്നി ഹിബിരിൻ വഹിന്നായിൻ, മൈലാഞ്ചിയുടെ, അതുപോലെ ഹിബർ മഷി, മഷിയുടെ തടി പോലെ. അപ്പൊ ഇതുപോലത്തെ വസ്തുക്കൾ കഴുകപ്പെടുന്ന അവയവത്തിന്റെ മേൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉറച്ച എണ്ണയുണ്ട്, അതല്ലെങ്കിൽ അല്പം പെയിന്റ് കയ്യുമുണ്ട്, ഇതുപോലത്തെ വസ്തുക്കളൊക്കെ ആകുമ്പോൾ, പെയിന്റൊക്കെ എന്താണ്, അത് വലിയ തടിയുള്ള വസ്തുവാണ്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ കഴുകപ്പെടുന്ന അവയവത്തിന്റെ മേൽ ഉണ്ടാകുമ്പോൾ വെള്ളം അതിന്റെ ഉള്ളിലേക്ക് ചേരലിനെ തടയുന്ന ഒരു മറയാണിത്. അതുകൊണ്ട് തന്നെ തന്റെ ശരീരത്തിൽ കഴുകപ്പെടുന്ന, വുളൂയിൽ കഴുകപ്പെടുന്ന അവയവത്തിന്റെ മേലിൽ വെള്ളം ചേരലിനിക്ക് വിഘാതം സൃഷ്ടിക്കുന്ന വസ്തുക്കൾ ഉണ്ടായാൽ അവന്റെ വുളൂ സ്വഹീഹ് ആകുന്നതല്ല. മുസന്നിഫ് അതിന് ഏതാനും ചില ഉദാഹരണങ്ങളൊക്കെ നൽകിയതാണിത്. ബിഖിലാഫി ദുഹ്നിൻ ജാരിൻ, ഒലിക്കുന്ന എണ്ണയ്ക്ക് എതിരായിട്ട്, നേരത്തെ പറഞ്ഞ എണ്ണ ഏതാണ്, ജാമിദായ ഉറച്ച എണ്ണയാണ്, അത് ഐസ് പോലെ ഉറച്ച എണ്ണയാണ്. അപ്പൊ അങ്ങനെ ഒരു എണ്ണ പറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ അതെന്താവൂല, ഉള്ളിലേക്ക് വെള്ളം ചേരലിനെ തടയും. എന്നാൽ ബിഖിലാഫി ദുഹ്നിൻ ജാരിൻ ഐ മാഇൻ, ദ്രാവകമായ എണ്ണയ്ക്ക് എതിരായിട്ട്, വഇല്ലം യസ്ബുതിൽ മാഉ അലൈഹി, വെള്ളം അതിന്റെ മേൽ സ്ഥിരമായിട്ടില്ലെങ്കിലും ശരി, എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ അല്പം എണ്ണ പുരട്ടിയിട്ടുണ്ടായിരുന്നു, ആ എണ്ണ അവിടെ കയ്യിന്മേൽ അവശേഷിക്കുന്നുണ്ട്, അതിനോടുകൂടെ ഒരാൾ വുളൂ ചെയ്താൽ അതെന്താവൂല, പ്രശ്നം ഉള്ള കാര്യമല്ല. എന്തുകൊണ്ട്, ഈ എണ്ണ എന്നുള്ളത് എന്തായാലും വെള്ളത്തെ പകർച്ചയാക്കുന്നതല്ല. കാരണം നാം മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ത്, മുജാവിറാണ്. എണ്ണ എന്ന് പറഞ്ഞാൽ അയൽവക്കം കെട്ടുന്നതാണ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കലരാത്തൊരു വസ്തുവാണ്. അതുകൊണ്ട് ഈ എണ്ണ ദ്രാവകമായ രൂപത്തിൽ ശരീരത്തിൽ ഉണ്ട് എങ്കിൽ എന്തില്ല, പ്രശ്നം ഇല്ല എന്നാണ് മുസന്നിഫ് റഹിമഹുമുല്ലാ വിവരിക്കുന്നത്. അതുപോലെ തന്നെ വഅസരി ഹിബിൻ വഹിന്നായിൻ, മൈലാഞ്ചിയുടെയും മഷിയുടെയും അസർ പോലെ, അസർ എന്ന് പറഞ്ഞാൽ അടയാളം, യഥാർത്ഥത്തിൽ അതിന്റെ ഐനില്ല, ജിർമ്, തടിയില്ല, പിന്നെ ഉള്ളതെന്താണ്, അസറാണ്. അതായത് നമുക്കറിയാമല്ലോ, ഈ പെന്ന് രണ്ട് ഐറ്റംസ് ഉണ്ട്. ചില പെന്നുകളുടെ മഷി, ആ മഷി നല്ല കട്ടിയുള്ളതായിരിക്കും. ഇപ്പൊ നമ്മൾ പമ്പ് പെന്ന് എന്നൊക്കെ അതിന് പറയും. നേരെ മറിച്ച് നിബ് പെന്ന് പറയും മറ്റിന്. എന്ന് പറഞ്ഞാൽ സാധാരണ മഷി ഒഴിച്ചിട്ടുള്ള ആ മഷിയാണെങ്കിൽ, കട്ടിയില്ലാത്ത മഷിയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് മഷിന്റെ അസറായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയാകുമ്പോൾ പ്രശ്നം സൃഷ്ടിക്കുന്നതല്ല. അതുപോലെ മൈലാഞ്ചിയുടെ അസർ, മൈലാഞ്ചിയുടെ അയിന് തടി ഇല്ല, അതിന്റെ തടി ഇല്ലാതെ വെറും അസർ ആണ് എങ്കിൽ യാതൊരു പ്രശ്നമല്ല. അപ്പോ എങ്ങനെയാണ് ഇത് അസറാണോ തടിയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക?
അത് നാം ശ്രദ്ധിക്കേണ്ടത് ഏത് രൂപത്തിലാണ് മനസ്സിലാക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ, അതായത് നാം ഒരു ബ്ലേഡ് അതല്ലെങ്കിൽ കത്തി പോലോത്തത് കൊണ്ട് അതിനെ ഒന്ന് വടിച്ചു നോക്കുക, ചുരണ്ടി നോക്കുക. ആ സമയത്ത് അതിന്റെ തടി അതിലൂടെ വരുന്നുണ്ട് എങ്കിൽ അത് തടിയുള്ളത് തന്നെയാണ്. അങ്ങനെയാവുമ്പോൾ അത് നീക്കം ചെയ്യണം. മറ്റേ ഈ മൈലാഞ്ചിയുടെ അസറ് അതല്ലെങ്കിൽ അതുപോലത്തെ മഷിയുടെ അസറാണ് എങ്കിൽ അത് ഒരിക്കലും തന്നെ ചുരണ്ടിയാലോ വടിച്ചാലോ ഒന്നും തന്നെ നമുക്ക് പോരുന്നതല്ല. അത് അവിടെ വളരെ വ്യക്തമായിട്ട് ഒരിക്കലും അതിന് തടി ഉണ്ടായിരിക്കൂല. അത് നമുക്ക് ഒരു വസ്തുവും അതിൽ നിന്നും ലഭ്യമാവൂല. അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ മൈലാഞ്ചിയുടെ കറ എന്ന് നമ്മളതിന് പറയാം. അതുപോലെ ചില വസ്തുക്കളുണ്ട്, അതായത് വൈദിനിങ്ങയുടെ കറ, അതല്ലെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള കറുകത്ത്, അതുപോലെ ചരങ്ങ, വൈദിനിങ്ങ, ഇതൊക്കെ നന്നാക്കുമ്പോൾ നുറുക്കി നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറ് ചെയ്യുമ്പോ അതൊക്കെ അതിൻ്റെതായ ഒരു കറ അത് നമ്മുടെ കയ്യിലുണ്ടാകും. പക്ഷെ ആ കറ കൊണ്ടെന്തില്ല, പ്രശ്നമല്ല. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടത്, തടി ഉണ്ടാവാൻ പാടില്ല. എന്തായാലും അസറാണെങ്കിൽ പ്രശ്നം ഇല്ല. ഈ അസറും തടിയും തിരിച്ചറിയാനുള്ള മാർഗം ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്ത്? അതിനെ നാം ഒരു കത്തി അതല്ലെങ്കിൽ ബ്ലേഡ് പോലത്തത് കൊണ്ട് ഇങ്ങനെ ചുരണ്ടുക അല്ലെങ്കിൽ വടിക്കുക, അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിന്റെ തടി ഉണ്ടോ ഇല്ലേ എന്നാൽ തടി ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ നിന്നും ഒന്നും കരസ്ഥമാക്കാൻ കഴിയില്ല. അപ്പൊ അതിന് തടിയില്ല. ഇനി അതല്ല, അതിൻ്റെതായ തടി വരുന്നുണ്ട് എങ്കിൽ അത് തടിയുള്ള വസ്തുവാണ് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വകദ, അപ്രകാരം തന്നെ, യുഷ്തറത്തു, ഷർത്താക്കപ്പെടും, അലാമ ജസമ ബിഹി കസീറൂന, അധികരിച്ച പണ്ഡിതന്മാരും തറപ്പിച്ചു പറഞ്ഞതിന്റെ മേലിൽ. എന്ത്? അല്ലാ യകൂന വസഖുൻ തഹ്ത ബുഫ്രിൻ, നഖത്തിന്റെ താഴ്ഭാഗത്ത് ചളി ഉണ്ടാവാൻ പാടില്ല. എങ്ങനത്തെ ചളി? യംനഉ വുസൂലൽ മാഇ ലിമാ തഹ്തഹു, യംനഉ, അത് വിലങ്ങും, വുസൂലൽ മാഇ, വെള്ളം ചേരലിനെ, ലിമാ തഹ്തഹു, അതിന്റെ താഴ്ഭാഗത്തുള്ള ഒന്നിലേക്ക്. അപ്പോ നഖത്തിന്റെ താഴ്ഭാഗത്ത് ഉള്ള ആ മാംസത്തിലേക്ക് വെള്ളം ചേരലിനെ തടയുന്ന ചളികൾ ഉണ്ടാവാൻ പാടില്ല എന്ന് അധികരിച്ച പണ്ഡിതന്മാരും തറപ്പിച്ചു പറഞ്ഞതിന്റെ മേലിൽ അതും ഷർത്താക്കപ്പെടും എന്ന് മുസന്നിഫ് റഹിമഹുള്ള പറയുന്നു. എന്നിട്ട് പറയുന്നു, ഖിലാഫൻ ലി ജംഇൻ, ഒരു വിഭാഗം പണ്ഡിതന്മാർക്ക് വിയോജിപ്പായിട്ട്, മിൻഹും, അവരിൽപ്പെട്ടവരാണ് അൽ ഗസാലിയു, മഹാനായ ഗസാലി ഇമാം, വസ്സർകശിയു, സർകശി ഇമാമും, വഗൈറുഹുമാ, അവർ രണ്ടാളുമല്ലാത്ത വേറെയും കുറെ പണ്ഡിതന്മാർ നടത്താം. മാത്രമല്ല അപാലു, അവർ വളരെ ദീർഘിപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്, ഫീ തർജീഹിഹി, ആ അഭിപ്രായത്തെ റാജിഹാക്കുന്നതിൽ, പ്രബലമായി ഗണിക്കുന്നതിൽ, വസറഹു, അവർ വ്യക്തമാക്കിയിട്ടുണ്ട്, ബിൽ മുസാമഹതി അമ്മാ തഹ്തഹ, ആ നഖത്തിന്റെ താഴ്ഭാഗത്തുള്ള ഒന്നിനെ തൊട്ട് വിടുതി ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളത് കൊണ്ട്, മിനൽ വസഖി, ആ ഒന്നെന്തിനാൽ, ചളിയാൽ, ദൂന നഹ്വിൽ അജീനി, അജീന്, ഗോതമ്പമാവ് പോലോത്തത് കൂടാതെ, അതിനെന്തായാലും അഫുവില്ല. അപ്പോൾ അഫുവുള്ളത്, ഒരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നു, നഖത്തിന്റെ താഴ്ഭാഗത്തുള്ള ചളിക്ക് എന്തുണ്ട്? അഫുവുണ്ട്. അപ്പൊ ആ ചളി ഉള്ളത് കൊണ്ട് വുളൂഇന് പ്രയാസകരമല്ല എന്ന് ചില പണ്ഡിതന്മാര്, അതിൽപ്പെട്ടതാണ് ഗസാലി ഇമാം, സർകശി ഇമാമൊക്കെ, എന്നിങ്ങനെ മുസന്നിഫ് വിവരിക്കുകയാണ്. വഅശാറൽ അസ്റഇയു, അസ്റഇ ഇമാം സൂചന നൽകിയിട്ടുണ്ട്, വഗൈറുഹു ഇലാ ളുഅഫി മഖാലതിഹിം, അവരുടെ, ആരുടെ മക്കാലത്ത്? ഇങ്ങനെ ഈ നഖത്തിന്റെ താഴ്ഭാഗത്തുള്ള ചളി അത് പ്രശ്നമുള്ള കാര്യമല്ല, അതിന് വിടുതിയുണ്ട് എന്ന് പറഞ്ഞ ആ വാക്ക് അത് ബലഹീനമാണ് എന്നുള്ളതിലേക്ക് ഇശാറത്ത് ചെയ്തു. പിന്നെ മുസന്നിഫ് പറയുന്നു, വഖദ് സറഹ ഫി തതിമ്മതി,
മഹാനായ നവവി ഇമാമ് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ഫിത്തത്തിമ്മത്തി, മഹാനുഭാവന്റെ തത്തിമ്മത്ത് എന്ന ഗ്രന്ഥത്തിൽ. വഗൈരിഹ, ആ തത്തിമ്മത്ത് അല്ലാത്ത നവവി ഇമാം റളിയല്ലാഹു തആല അൻഹു വേറെയും ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥങ്ങളിലും ബിമാ ഫിർ റൗളത്തി, റൗളയിലുള്ള ഒന്നുകൊണ്ട്, വഗൈരിഹ അതെന്ത്, മിൻ അദമിൽ മുസാമഹത്തി ബിശൈഇൻ മിമ്മാ തഹ്തഹ, നഖത്തിന്റെ താഴ്ഭാഗത്തുള്ള ഒരു വസ്തുവിനും എന്തില്ല, മുസാമഹത്തില്ല എന്നുള്ളത് കൊണ്ട് മഹാനായ നബി ഇമാം റളിയല്ലാഹു തആല അൻഹു വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൈസു മനഅ വുസൂലുൽ മാഇ ബിമഹല്ലിഹി, ഹൈസു മനഅ വിലങ്ങുന്നോടത്ത്, വുസൂലുൽ മാഇ വെള്ളം ചേരൽ, ബിമഹല്ലിഹി അതിന്റേതായ മഹല്ലിൽ എന്ന് പറഞ്ഞാൽ നഖത്തിന്റെ താഴ്ഭാഗത്തുള്ള ആ മഹല്ലിലേക്ക് വെള്ളം ചേരലിനെ വിലങ്ങുന്ന രൂപത്തിൽ എന്തു വസ്തു ഉണ്ടെങ്കിലും അതിനൊന്നും മുസാമഹത്തില്ല എന്ന് മഹാനായ നബി ഇമാം റളിയല്ലാഹു തആല അൻഹു വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് മുസന്നിഫ് ഇവിടെ പറഞ്ഞു. ഈ ഒരു ഇബാറത്ത് മുസന്നിഫ് കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? ഇവിടെ ഇങ്ങനെ രണ്ട് അഭിപ്രായമുണ്ടെങ്കിലും ഷാഫിഈ മദ്ഹബിൽ തന്നെ നഖത്തിന്റെ താഴ്ഭാഗത്തുള്ള ചളിക്ക് അഫുവുണ്ട്, വിടുതിയുണ്ട് എന്നൊരു അഭിപ്രായവും മറ്റൊരു അഭിപ്രായം വിടുതി ഇല്ല എന്നുള്ള അഭിപ്രായവുമാണ്. ഇതിൽ നിന്നും വിടുതി ഇല്ല, അതിനൊരിക്കലും അഫു ഇല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് പ്രബലം എന്നുള്ളതിലേക്കൊരു ഇഷാറത്തും കൂടെയാണ്. കാരണം മഹാനായ നബി ഇമാം റളിയല്ലാഹു തആല അൻഹു, മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ ഖിലാഫ് വന്നു കഴിഞ്ഞാൽ നബി ഇമാം റളിയല്ലാഹു തആല അൻഹു എന്താണോ പറഞ്ഞത് അതിനാണ് മുൻതൂക്കം നൽകേണ്ടത്. പിന്നെ ഇവിടെ മുസന്നിഫ് റഹിമഹുല്ലാഹ് ഇവിടെ വകദാ യുസ്തറതു എന്നാണ് പറഞ്ഞത്. ഇബാറത്ത് അപ്രകാരം ഷർത്താക്കപ്പെടും. ഏതല്ല, നാം നേരത്തെ പറഞ്ഞ 5 ഷർത്തുകൾ പറയുന്നുണ്ട് നിസ്കാരത്തിൽ വുളൂഇന്റെ ഷർത്തുകളിൽ നിന്നും 1, 2, 3 പറഞ്ഞതുപോലെയല്ല. പിന്നീട് വഖദ എന്നുള്ള ഒരു ഫർക്ക്, വഖദ എന്നുള്ള ഇബാറത്ത് കൊടുത്തു. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്ക് ഇടയിൽ ഉണ്ടായത് കൊണ്ടാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് വഖദ യുസ്തറതു എന്നുള്ള ഇബാറത്ത് കൊണ്ടുവരാനുള്ള കാരണം. പിന്നെ പറയുന്നത് വഅഫ്തൽ ബഗവിയു, ബഗവി ഇമാം ഫത്വ കൊടുത്തിട്ടുണ്ട് ഫി വസഖിൻ, ഒരു ചളിയിൽ, ഹസല അത് കരസ്ഥമായിരിക്കുന്നു, മിൻ ഗുബാരിൻ പൊടിയാൽ. എന്തുകൊണ്ടാ ഫത്വ കൊടുത്തത്? ബി അന്നഹു തീർച്ചയായിട്ടും അത് യംനഉ സിഹത്തൽ വുളൂഇ, ആ വസഖ് വുളൂഇന്റെ സിഹത്തിനെ വിലങ്ങുന്നതാണ്. അപ്പൊ അങ്ങനെ പൊടിയാൽ ഉണ്ടായ വസ്തുക്കൾ ഉണ്ട് എങ്കിൽ, വസഖ് ചളികൾ ഉണ്ട് എങ്കിൽ അതെന്താകൂല, പറ്റൂല എന്ന് പറഞ്ഞാൽ ഇത് നഖത്തിന്റെ താഴ്ഭാഗത്തെ വിഷയമല്ല പറയുന്നത്. മൊത്തത്തിൽ കഴുകപ്പെടുന്ന അവയവത്തിന്റെ മേലിൽ ഒരുപാട് പൊടികൾ വന്ന് കുളിക്കാതെ നിൽക്കുന്ന സമയത്താണ് അങ്ങനെ ഉണ്ടാകുക. അങ്ങനെ എന്ത് ചെയ്തു, കട്ടി കൂടി നിന്നു കഴിഞ്ഞാൽ, ശരീരത്തിൽ നിന്നു കഴിഞ്ഞാൽ അവിടെ എന്താകും, അത് വുളൂഇന്റെ സിഹത്തിനെ ബാധിക്കുന്നതാണ്, വിലങ്ങുന്നതാണ്. അങ്ങനെ പറ്റൂല, ആദ്യം ആ ചളികൾ നീക്കേണ്ടതാണ് എന്ന് ബഗവി ഇമാം ഫത്വ കൊടുത്തിരിക്കുന്നു. ബിഖിലാഫി മാ നശഅ മിൻ ബദനിഹി, അവന്റെ ശരീരത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒന്നിനിക്ക് എതിരായിട്ട്, വഹുവ അത് അൽ അറഖുൽ മുതജമ്മിദു, മുതജമ്മിദായ അറഖാണ് എന്ന് പറഞ്ഞാൽ കട്ടി കൂടിയതായ വിയർപ്പ്. അങ്ങനത്തെ ഒരു വിയർപ്പ് ആർക്കെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ, കട്ടി കൂടിയ വിയർപ്പ് അങ്ങനെ വന്നുകൊണ്ട് അത് ഒരിക്കലും നീക്കം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തണം. അപ്പോഴാണ്, ആ നിലയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് പ്രശ്നമല്ല എന്നർത്ഥം. വജസമ ബിഹി ഫിൽ അൻവാരി, അതുകൊണ്ട് അൻവാറിൽ തറപ്പിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നു. വഖാമിസുഹ, 5ാമത്തെ ഷർത്ത്. ഇപ്പൊ നാം വുളൂഇന്റെ ഷർത്തുകളെ കുറിച്ചാ പറയുന്നത്. 4 ഷർത്ത് പറഞ്ഞു. 4ാമത്തെ ഷർത്താണ് നേരത്തെ പറഞ്ഞത്. എന്ത്? അവന്റെ ശരീരത്തിൽ വുളൂ ചെയ്യപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ചേരലിനെ തടയുന്ന ഒരു വസ്തുവും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എന്ത്, അപ്പൊ നഖത്തിന്റെ ഉള്ളിലുള്ള ചളിയോ
അപ്പൊ ആ യഥാർത്ഥത്തിൽ സ്വഹീഹായ അഭിപ്രായ പ്രകാരം നഖത്തിന്റെ താഴ്ഭാഗത്തുള്ള നഖത്തിന്റെ ഉള്ളിലൊക്കെ ഒരുപാട് ചളികൾ ചില ആളുകളെ കയ്യിലൊക്കെ കാണാൻ കഴിയും. അപ്പൊ ആ നഖത്തിന്റെ ഉള്ളിലുള്ള ചളിയൊക്കെ നീക്കണം. അതിനൊക്കെ ഏറ്റവും നല്ലത് എന്താണ്? നഖം മുറിക്കുക എന്നുള്ള ആ സുന്നത്ത് നാം നടപ്പിൽ വരുത്തുകയാണെങ്കിൽ ആ നഖത്തിന്റെ അടിയിൽ ആ ചളി വന്ന് നിൽക്കുന്ന പ്രശ്നം വരില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. വഖാമിസുഹ, വുളൂഇന്റെ ഷർത്തുകളിൽ നിന്നും അഞ്ചാമത്തേത് ദുഖൂലു വഖ്തിൻ ലിദാഇമി ഹദസിൻ, നിത്യാശുദ്ധിയുള്ള ആൾക്ക് സമയം പ്രവേശിക്കലാണ്. ദുഖൂലു വഖ്തിൻ, സമയം പ്രവേശിക്കണം. ലിദാഇമി ഹദസിൻ, നിത്യാശുദ്ധിയുള്ളവന്. അതിന്റെ ഉദാഹരണം കസലിസിൻ, മൂത്രവാർച്ച ഉള്ളവനെ പോലെ. വമുസ്തഹാലത്തിൻ, ഇസ്തിഹാദത്തുള്ള സ്ത്രീയെപ്പോലെയും. ഇസ്തിഹാദത്ത് എന്ന് പറഞ്ഞാൽ ബ്ലീഡിംഗ് എന്നാണ്. അതായത് ഹൈളല്ലാത്ത മറ്റു രക്തങ്ങൾ ചില സന്ദർഭങ്ങളിൽ വരിക എന്നുള്ളതാണ് ബ്ലീഡിംഗ് എന്നാണ് പറയുക. അത് ഇസ്തിഹാദത്ത് എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് വലിയ അശുദ്ധിയെ വിവരിക്കുന്ന സ്ഥലത്ത് ഹൈള്, നിഫാസ്, ഇസ്തിഹാദത്ത് അതിനെ കുറിച്ചൊക്കെ ചർച്ച വരുന്നുണ്ട്, അവിടെ വിവരിക്കാം. വയുഷ്തറത്തു അയ്ളൻ, വീണ്ടും ഷർത്താക്കപ്പെടും. ലന്നു ദുഖൂലിഹി, സമയം പ്രവേശിച്ചു എന്നുള്ള ഭാവന, ലന്നു ഉണ്ടായിരിക്കൽ, ലന്നുണ്ടാവലും ഷർത്താക്കപ്പെടും. അതായത് രണ്ടും വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞത് എന്താണ്? ഹഖീഖത്തൻ, യഥാർത്ഥത്തിൽ ഈ നിത്യാശുദ്ധിയുള്ളവനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഈ നിസ്കാരത്തിന്റെ സമയം പ്രവേശിക്കണം. അതുപോലെ തന്നെ അവന്റെ വിശ്വാസത്തിൽ എന്തും വേണം? ഈ നിസ്കാരത്തിന് സമയം പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഉറപ്പോ അല്ലെങ്കിൽ ലന്നു. കാരണം ലന്നു വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഉറപ്പാണെങ്കിൽ പ്രശ്നമല്ല, മനസ്സിലായല്ലോ. ലന്നെ വേണം. അപ്പൊ എന്താണ്? ഉറപ്പാണെങ്കിലോ അത് തീരെയും പ്രശ്നമല്ല. അപ്പൊ ഇതിൽ രണ്ടിൽ ഒന്ന് വേണം. എന്തുണ്ടാകാൻ പാടില്ല? ശക്ക് ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. ലന്ന് പറഞ്ഞാൽ എന്താണ്? സംശയം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഉദാഹരണം പറയാൻ, സമയം പ്രവേശിച്ചിരിക്കുന്നു എന്ന വിഷയത്തിൽ, സമയം പ്രവേശിക്കുക എന്നുള്ള വിഷയത്തിൽ സംശയം എന്ന് പറഞ്ഞാല് സമയം പ്രവേശിച്ചോ ഇല്ലയോ എന്നുള്ള രണ്ട് ആ ഭാഗവും സമമാവും. അതിനാ സംശയം എന്ന് പറയാം. ലന്ന് എന്ന് പറഞ്ഞാൽ സമയം പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ള ഭാഗത്തേക്കാണ് ഇവന് കൂടുതലും അവന്റേതായ അത് ഭാവന, ചിന്ത പോകുന്നത്. സമയം പ്രവേശിച്ചിട്ടുണ്ട്, അങ്ങനെ ആകുമ്പോൾ ലന്ന് എന്ന് പറയാം. യഖീൻ എന്ന് പറഞ്ഞാൽ സമയം പ്രവേശിച്ചിട്ടുള്ള കാര്യം ഉറപ്പാണ്. അപ്പോ ഈ ലന്നാണ് സാധാരണ ഒരു ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് ഒരാൾക്ക് ഗവേഷണം ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നത് എന്താണ്? ലന്നാണ്. അതുകൊണ്ടാണ് ലന്ന് ഉണ്ടാവണം എന്ന് പറയാനുള്ള കാരണം. അപ്പോ സമയം യഥാർത്ഥത്തിൽ പ്രവേശിക്കുകയും വേണം, ഇവന്റെ വിശ്വാസത്തിൽ എന്തു വേണം? സമയം പ്രവേശിച്ചു എന്നുള്ള ലന്നും ഉണ്ടായിരിക്കേണ്ടതാണ്. ഫലാ യതവല്ലഉ, അപ്പോൾ ആ നിത്യാശുദ്ധിയുള്ളവൻ വുളൂ ചെയ്യരുത്. കൽ മുതയമ്മിമി, തയമ്മും ചെയ്യുന്നവനെ പോലെ തന്നെ. ലിഫർദിൻ, ഫർളായ നിസ്കാരങ്ങൾക്ക് വേണ്ടി. ഔ നഫ്ലിൻ മുവഖ്ഖത്തിൻ, അല്ലെങ്കിൽ സമയം നിർണയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾക്ക് വേണ്ടി. ഖബ്ല വഖ്തി ഫിഅലിഹി, അതിനെ പ്രവർത്തിക്കുന്നതിന്റെ സമയത്തിന്റെ മുമ്പായിട്ട് വുളൂ ചെയ്യാൻ പാടില്ല. അപ്പോ ഫർളാക്കപ്പെട്ട നിസ്കാരങ്ങൾ, ഇപ്പൊ ളുഹ്ർ നിസ്കാരത്തിന് വേണ്ടി നിത്യാശുദ്ധിയുള്ള ഒരു വ്യക്തി വുളൂ ചെയ്യുകയാണ് എങ്കിൽ അദ്ദേഹം ളുഹ്റിന്റെ സമയം പ്രവേശിച്ചതിന് ശേഷം മാത്രമേ വുളൂ ചെയ്യാൻ പറ്റുകയുള്ളൂ. വലി സ്വലാത്തി ജനാസത്തിൻ, മയ്യിത്ത് നിസ്കാരത്തിനിക്ക് അവൻ വുളൂ ചെയ്യാൻ പാടില്ല. ഖബ്ലൽ ഗുസ്ലി, മയ്യിത്തിനെ കുളിപ്പിക്കുന്നതിന്റെ മുമ്പ്. കാരണം മയ്യിത്ത് നിസ്കാരത്തിന്റെ സമയം പ്രവേശിക്കുന്നത് അതെപ്പോഴാണ്? മയ്യത്തിനെ കുളിപ്പിച്ചതിന് ശേഷമാണ്. മയ്യത്തിനെ കുളിപ്പിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ പാടുള്ളതല്ല. വതഹിയ്യത്തിൻ, തഹിയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്യാൻ പാടില്ല. ഖബ്ല ദുഖൂലിൽ മസ്ജിദി, പള്ളിയിൽ പ്രവേശിക്കുന്നതിന്റെ മുമ്പ്. വറവാതിബിൽ മുതഅഖിറതി, നിസ്കാരങ്ങളെ തൊട്ട് പിന്തിക്കപ്പെടുന്ന, എന്ന് പറഞ്ഞാൽ മുതഅഖിറായ മുതഖദ്ദിമായതല്ല, ശേഷമുള്ള നിസ്കാരങ്ങൾക്ക് ശേഷം ചെയ്യുന്ന റവാത്തിബ് സുന്നത്തുകൾ, അവകൾക്ക് വേണ്ടി വുളൂ ചെയ്യാൻ പാടില്ല. ഖബ്ല ഫിഅലിൽ ഫർളി,
ഫർദിനെ പ്രവർത്തിക്കുന്നതിന്റെ മുമ്പ്. അപ്പൊ എന്താ പറഞ്ഞാൽ ഫർദായ നിസ്കാരങ്ങളെ പ്രവർത്തിക്കുന്നതിന് മുമ്പ് പാടില്ല. ഇവിടെ ഇപ്പൊ നാം മനസ്സിലാക്കേണ്ട ഏകദേശ വിഷയം, ഇവിടെ ഇപ്പോ ഈ റവാത്തിബ് സുന്നത്തുകൾ, ഇപ്പൊ നിസ്കാരം ഫർദ് നിസ്കാരം നിസ്കരിച്ചിട്ട് പിന്നെ റവാത്തിബ് സുന്നത്തിന് നിസ്കാരത്തിന് ശേഷം വേറെ ഒരു വുളൂ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല യഥാർത്ഥത്തിൽ. കാരണം എന്തുകൊണ്ട്? നാം ഇങ്ങനെ ഇസ്തിഹാദത്ത് അതല്ലെങ്കിൽ സെലിസുൽ ബൗല് ഇതുപോലത്തെ നിത്യാശുദ്ധിയുള്ള ആളുകൾ, അത് തയമ്മും ചെയ്യുന്ന ആളെ സംബന്ധിച്ചിട പോലെ തന്നെ, തയമ്മും ചെയ്ത് നിസ്കരിക്കുന്നവനെ പോലെ തന്നെ ഫർള് ഒന്ന് നിസ്കരിക്കാം, സുന്നത്ത് എത്രയും നിസ്കരിക്കാം. ഫർള് ഒന്നേ നിസ്കരിക്കാൻ പറ്റുള്ളൂ, സുന്നത്തോ എത്രയും നിസ്കരിക്കാം. അപ്പൊ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും സമയം പ്രവേശിച്ചതിന് ശേഷം ഇദ്ദേഹം വുളൂ ചെയ്യുന്ന ളുഹർ നിസ്കാരത്തിന് വേണ്ടി. അപ്പൊ ളുഹർ നിസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്ത വ്യക്തി പിന്നെ ളുഹർ നിസ്കരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? പിന്നെ ഒരു വുളൂ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ളുഹർ നിസ്കാരത്തിന്റെ ശേഷം സുന്നത്താണ്. അപ്പൊ ആ സുന്നത്ത് എന്ത് ചെയ്യാം? ആ വുളൂ കൊണ്ട് തന്നെ നിസ്കരിക്കാം. വലസിമ വുളൂആനി, രണ്ട് വുളൂ നിർബന്ധമാകുന്നതാണ്. ഔ തയമ്മുമാനി, അല്ലെങ്കിൽ രണ്ട് തയമ്മും. അലാ ഖതീബിൻ, ഒരു ഖുത്ബ ഓതുന്ന വ്യക്തിയുടെ മേലിൽ. ദായിമിൽ ഹദസി, എങ്ങനത്തെ ഖതീബാണ്? അദ്ദേഹം നിത്യാശുദ്ധിക്കാരനാണ്. അപ്പൊ നിത്യാശുദ്ധിയുള്ള ആളാണ് ഖതീബ് എങ്കിൽ അദ്ദേഹത്തിന്റെ മേൽ രണ്ട് വുളൂ അല്ലെങ്കിൽ രണ്ട് തയമ്മും നിർബന്ധമാകുന്നതാണ്. അഹദുഹുമ, ആ രണ്ട് വുളൂയിൽ നിന്നും ഒന്ന്, ലിൽ ഖുതുബത്തൈനി, രണ്ട് ഖുതുബക്ക്, വൽ ആഖറു, മറ്റേ വുളൂ, ബഅദഹുമ, ആ രണ്ട് ഖുതുബന്റെ ശേഷം, ലിസ്വലാത്തി ജുമുഅത്തിൻ, ജുമുഅ നിസ്കാരത്തിന് വേണ്ടി. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ ജുമുഅ നിസ്കാരത്തിന്റെ മുമ്പുള്ള ഖുതുബ, ആ ഖുതുബ സാധാരണ ഒരു പ്രസംഗമല്ല എന്ന് മനസ്സിലായി. കാരണം ആ ഖുതുബക്ക് എന്ത് വേണം? ശുദ്ധി വേണം, വുളൂ വേണം. സാധാരണ പ്രസംഗത്തിന് ഒരിക്കലും തന്നെ വുളൂ വേണ്ടല്ലോ. അപ്പൊ രണ്ട് ഖുതുബ, അപ്പൊ നിത്യാശുദ്ധിയുള്ള ഖതീബാണ് എങ്കിൽ രണ്ട് ഖുതുബക്ക് വേണ്ട ഒരു വുളൂ, പിന്നെയോ ആ ഖുതുബ കഴിഞ്ഞതിന് ശേഷം നിസ്കാരത്തിന് വേണ്ടി മറ്റൊരു വുളൂവും ആവശ്യമായി വരും. വയക്ഫി വാഹിദുൻ, ഒരു വുളൂ മതിയാകുന്നതാണ്. ലഹുമാ, വയക്ഫി വാഹിദുൻ, ഒരു വുളൂ മതിയാകുന്നതാണ്. ലഹുമാ, ഈ രണ്ട് ഖുതുബക്കും ജുമുഅക്കും, ലിഗൈരിഹി, നിത്യാശുദ്ധി ഉള്ളവൻ അല്ലാത്ത ഖതീബിനെ സംബന്ധിച്ചിടത്തോളം, എന്ന് പറഞ്ഞാൽ നിത്യാശുദ്ധിയൊന്നും ഇല്ല, അദ്ദേഹത്തിന് യാതൊരു പ്രശ്നങ്ങളുമില്ല, അങ്ങനത്തെ ഒരു സാധാരണക്കാരനായ ഖതീബാണെങ്കിൽ അദ്ദേഹത്തിന് ഒറ്റ വുളൂ മതി. വയജിബു അലൈഹിൽ വുളൂ, ഇനി പറയുന്നത് ഈ നിത്യാശുദ്ധിയുള്ള ആള് പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വയജിബു അലൈഹി, ആ നിത്യാശുദ്ധിയുള്ളവന്റെ മേലിൽ നിർബന്ധമാകും. അൽ വുളൂ, വുളൂ, ലികുല്ലി ഫർദിൻ, എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്കും. കത്തയമ്മുമി, തയമ്മും പോലത്തെ, അവിടെ കൽ മുതയമ്മിമീനായിരിക്കും. തയമ്മും ചെയ്ത് വയജിബു അലൈഹി, ആ നിത്യാശുദ്ധിയുള്ളവന്റെ മേൽ നിർബന്ധമാകും. അൽ വുളൂ, വുളൂ ലികുല്ലി ഫർദിൻ, എല്ലാ ഫർദിനിക്കും. ഏതുപോലെ തന്നെ? കത്തയമ്മുമി, തയമ്മും പോലെ തന്നെ എന്ന് പറഞ്ഞാൽ തയമ്മും തന്നെയാണ്. കത്തയമ്മുമി, തയമ്മും പോലെ. അതായത് നിത്യാശുദ്ധിയുള്ള വ്യക്തി ഓരോ ഫർദിനിക്കും എന്ത് ചെയ്യണം? വുളൂ ചെയ്യണം. ഏതുപോലെ തന്നെ? തയമ്മും ചെയ്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഓരോ ഫർദിനിക്കും എന്ത് വേണം? ഓരോ തയമ്മും ചെയ്യണം എന്നതുപോലെ തന്നെ. വകദ, അപ്രകാരം തന്നെ നിർബന്ധമാകും. ഗസ്ലുൽ ഫർജി, ഫർജിനെ കഴുകൽ. വഇബ്ദാലുൽ ഖുത്നതില്ലതി ബിഫമിഹി, ആ ഫർജിന്റെ ദ്വാരത്തിലുള്ള ആ പഞ്ഞിയെ മാറ്റിവെക്കല്, പകരമാക്കുകയും അതും നിർബന്ധമാണ്. വൽ ഇസാബത്തു, വെച്ചുകെട്ടലും നിർബന്ധമാണ്. ഇവിടെ ഈ പഞ്ഞി അതുപോലത്തെ വസ്തുക്കൾ മാറ്റണം എന്ന് പറഞ്ഞല്ലോ, അതെപ്പോഴാന്ന് പറഞ്ഞാൽ, അതായത് അഫ്വ് ചെയ്യാത്ത രൂപത്തിലുള്ള രക്തം കൊണ്ട് പുരണ്ടു, ആ സമയത്ത് മാത്രമേ എന്താ ഉണ്ടുള്ളൂ? ഇത് മാറ്റി വെക്കണ്ടുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ അതന്നെ വെക്കാം. പക്ഷെ എന്ത് ചെയ്യണം? ഈ വെച്ചുകെട്ടലും
അതൊന്ന് എന്ത് വെക്കണം, പുതുതായിട്ട് ഒന്നും കൂടി ചെക്കപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, രണ്ടാമതായിട്ട് ഒന്നും കൂടി വെച്ച് കെട്ടണം. അതന്നെ ആയാലും പ്രശ്നമല്ല. അത് എപ്പോ അഫ്വ് ഉള്ള രൂപത്തിലുള്ള പകർച്ചയോ അല്ലെങ്കിൽ തീരെ പകർച്ചയൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാൽ അത് തന്നെ മതിയാകുന്നതാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. വഇല്ലം തസൽ അൻ മൗളിഇഹാ, അതിന്റെ മൗളിഇനെ തൊട്ട് അത് നീങ്ങിയിട്ടില്ലെങ്കിലും ശരി, ആ കുത്തുന, ആ പഞ്ഞിയുടെ മൗളിഇനെ തൊട്ട് ആദ്യം വെച്ച് കെട്ടിയതായ ആ മൗളിഇനെ തൊട്ട് അത് നീങ്ങിയിട്ടില്ല. അങ്ങനെ നീങ്ങിയിട്ടില്ലെങ്കിലും ശരി, രണ്ടാമതൊരു ഫർദ് നിസ്കാരം ഉദ്ദേശിക്കുമ്പോൾ അത് ഒന്നും കൂടെ അയച്ചു കെട്ടേണ്ടതുണ്ട്. വഅലാ നഹ്വി സലിസിൻ, മൂത്രവാർച്ച പോലോത്തവരെ മേലിൽ നിർബന്ധമാണ് മുബാദറത്തും ബിസ്സലാത്തി, നിസ്കാരം കൊണ്ട് വേഗതയാക്കണം എന്ന് പറഞ്ഞാൽ ഈ വുളൂക്ക് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യണം, നിസ്കരിക്കണം. അപ്പൊരു സംശയം, ഫലൗ അഖറ, ഒരാൾ പിന്തിച്ചാൽ, ഇങ്ങനെ നിത്യാശുദ്ധിയുള്ള ഒരു വ്യക്തി പിന്തിച്ചാൽ, ലി മസ്ലഹതിഹ, നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി, അതേതുപോലെ കന്തിലാരി ജമാഅത്തിൻ ഔ ജുമുഅത്തിൻ, ജമാഅത്തോ അതല്ലെങ്കിൽ ജുമുഅയോ പ്രതീക്ഷിക്കും പോലെ, വഇൻ അഖറത് അൻ അവലിൽ വഖ്തി, അത് സമയത്തിന്റെ ആദ്യത്തിനെ തൊട്ട് പിന്തിയാലും ശരി, സമയത്തിന്റെ ആദ്യത്തിനെ തൊട്ട് പിന്തിയാലും ശരി, യാതൊരു പ്രശ്നവുമില്ല. നിസ്കാരത്തിന്റെ മസ്ലഹത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നിത്യാശുദ്ധിയുള്ളവന് വുളൂ ചെയ്തതിന് ശേഷം പിന്തിക്കാം, അതിന് യാതൊരു പ്രശ്നവുമില്ല. വകദഹാബി ഇലാ മസ്ജിദിൻ, പള്ളിയിലേക്ക് പോകും പോലെ, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഫലൗ അഖറ, ഒരാൾ പിന്തിച്ചാൽ മസ്ലഹതിഹ, നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി, കന്തിലാരി ജമാഅത്തിൻ ഔ ജുമുഅത്തിൻ, ജമാഅ അതല്ലെങ്കിൽ ജമാഅത്ത് നിസ്കാരം, ജുമുഅ നിസ്കാരം എന്നിവകളെ പ്രതീക്ഷിക്കും പോലെ, വഇൻ അഖറത് അൻ അവലിൽ വഖ്തി, അത് സമയത്തിന്റെ ആദ്യത്തെ തൊട്ട് പിന്തിച്ചാലും ശരി, വകദഹാബി ഇലാ മസ്ജിദിൻ, പള്ളിയിലേക്ക് പോകും പോലെ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ലം യദുറഹു, അത് അവനിക്ക് യാതൊരു പ്രയാസവും സൃഷ്ടിക്കുന്നതല്ല, ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല, യാതൊരു പ്രശ്നവുമല്ല. അതുകൊണ്ട് ഈ വെച്ച് കെട്ടിയതിനോ അതല്ലെങ്കിൽ വുളൂ ചെയ്തതിനോ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് മുസന്നിഫ് റഹിമഹുല്ലാ വ്യക്തമാക്കി പറയുകയാണ്. അപ്പോൾ വുളൂഇന്റെ 5 ഷർത്തുകൾ, വയജിബു അലൈഹിൽ വുളൂ, അവന്റെ മേൽ വുളൂ നിർബന്ധമാകും, ലികുല്ലി ഫർദിൻ, എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്കും, കത്തയമ്മുമി, തയമ്മും ചെയ്ത് നിസ്കരിക്കുന്നവനെ പോലെ തന്നെ, വകദ, അപ്രകാരം തന്നെ, ഗസ്ലുൽ ഫർജി, ഗുഹ്യസ്ഥാനത്തെ കഴുകലും, വഇബ്ദാലുൽ ഖുത്നത്തില്ലതി ബിഫമിഹി, ആ ഗുഹ്യസ്ഥാനത്തിന്റെ ദ്വാരത്തിൽ ഉള്ള പഞ്ഞിയെ പകരമാക്കലും നിർബന്ധമാകുന്നതാണ്. വൽ ഇസാബത്തി, ഇസാബത്തിനെ പകരമാക്കലും, വെച്ച് കെട്ടിയതായ ആ വസ്തുവിനെ പകരമാക്കലും നിർബന്ധമാകുന്നതാണ്. നേരത്തെ നാം അർത്ഥം വെച്ചപ്പോൾ വയജിബു അലൈഹി അൽ വുളൂഇന്റെ മേൽ അത്ഫാക്കിട്ട് വൽ ഇസാബത്തു എന്നായിരുന്നു വെച്ചിരുന്നത്. അതല്ല, വഇബ്ദാലുൽ ഖുത്നത്തില്ലതി ബിഫമിഹി, ഖുത്നത്തുമക്കായിട്ട് വൽ ഇസാബത്തി, ആ ഇസാബത്തിനെ പകരമാക്കലും നിർബന്ധമാകുന്നതാണ്. വഇല്ലം തസുൽ അൻ മൗളിഇഹ, അതിന്റെ മൗളിഇനെ തൊട്ട് അത് നീങ്ങിയിട്ടില്ലെങ്കിലും ശരി എന്ന് അത് ഉണർത്തി എന്ന് മാത്രം ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് വുളൂഇന്റെ ഫർളുകളെ കുറിച്ചാണ് വിവരിക്കാനുള്ളത്. സർവശക്തൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നല്ലതായ എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.